ഈ ശുശ്രൂഷ, വചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ശുശ്രൂഷയാണ്. അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോട്ട ആശ്രമത്തിലോട്ട് വരുവാണ്. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിപിടി ബഹളത്തിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനെ ഭാര്യയ്ക്ക് സംശയം. നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് കൃത്യമായി ഒരു വ്യക്തിയോടല്ല, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ദുരാത്മാവിനോടാണ്. അല്ലാതെ രാവിലെ തൊട്ട് ബഹളമുണ്ടാക്കുന്നതനുസരിച്ച് നമ്മുടെ ശക്തി ക്ഷീണിക്കുവോ അതോ ശക്തി കൂടുവോ? ഇന്ന് ഞാൻ ആർക്കെതിരായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്? ഇന്ന് എൻ്റെ വീട്ടിലെ പ്രശ്നം എന്താണ് എന്ന് പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അധികാരം ആർക്ക് കൊടുത്തിരിക്കുന്നു? അങ്ങനെ നമുക്ക് അവകാശം നൽകപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ പാപകരമായ അവസ്ഥയിലൂടെ പോയപ്പോൾ സാത്താൻ നമ്മുടെ നിയന്ത്രണം ഏറ്റെടുത്തു. തെറ്റായ സ്നേഹബന്ധങ്ങളുടെ ദുരാത്മാവ്, ഒരുപക്ഷെ നുണയുടെ ദുരാത്മാവ്, വാ തുറന്നാൽ ചീത്ത പറയുന്ന ദുരാത്മാവ് നിന്റെ ഉള്ളിൽ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കണം എന്ന് ആഗ്രഹിച്ച് നമ്മളോട് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് അത്രമേൽ ഗൗരവമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ സാധിക്കുമെങ്കിൽ ബൈബിളൊക്കെ എടുത്ത് ഒരു നോട്ട് ബുക്കൊക്കെ എടുത്ത് വചനങ്ങളൊക്കെ എഴുതി പഠിച്ച് പ്രാർത്ഥിക്കുന്നതാണ് അനുഗ്രഹം. കാരണം ഈ ശുശ്രൂഷ, വചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ശുശ്രൂഷയാണ്. പുറകിലൊക്കെ ഇരിക്കുന്നവർക്ക് പറ്റുമെങ്കിൽ മുൻവശത്ത് സ്ഥലങ്ങളുണ്ടെങ്കിൽ മുൻവശത്തോട്ട് കയറി ഇരിക്കാം കേട്ടോ. അപ്പം ഇത് വെറുതെ ഇരുന്ന് ഉറങ്ങാനുള്ള സമയമല്ല, മറിച്ച് പ്രാർത്ഥിക്കാനും അഭിഷേകം പ്രാപിക്കാനുള്ള ഒരു സമയമാണ്. ഇവിടെ ഈ ശുശ്രൂഷ നടത്തപ്പെടുമ്പോൾ നമ്മളിവിടെ പങ്കുവയ്ക്കപ്പെടുന്ന വചനം ഇവിടെ മാത്രമല്ല, ലോകം മുഴുവൻ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു കൃപയ്ക്ക് അത് ചേർത്ത് വെക്കുകയാണ്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിവർന്നൊക്കെ നിവർന്നിരുന്നേ, സിറ്റ് സ്ട്രൈറ്റ്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. നല്ലൊരു കയ്യടി കൊടുത്ത് ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് ചൊരിയുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ ശുശ്രൂഷ ഇവിടെ നമ്മൾ പങ്കെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പങ്കെടുക്കണം. കാരണം ഇത് ചില ആത്മീയ രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് പങ്കുവയ്ക്കുന്നതാണ്. വെറുതെ വായിക്കുന്നത് പോലെ വായിച്ചു പോകാനല്ല, മറിച്ച് ഇത് വായിച്ചു പോകുമ്പോൾ കർത്താവ് ഇതെന്നോടാണല്ലോ സംസാരിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിച്ച് അത് ഏറ്റെടുത്തു കൊള്ളണം. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അത് കൃത്യമായ റിസൾട്ട് ഉണ്ടാക്കും, ഉത്തരം നമുക്ക് നൽകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വായിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയ ദൈവവചനം അപ്പസ്തോല പ്രവർത്തനം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് തുറക്കാമോ? ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്, അപ്പസ്തോല പ്രവർത്തനം, അതിൻ്റെ 16-ാം അധ്യായം നമുക്ക് 18 മുതൽ വായിക്കാം. 18-ാമത്തെ തിരുവചനം വായിക്കാം കേട്ടോ. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 16 വേഴ്സ് 18. ഇത് പൗലോസ് ലീഹ നമ്മുടെ മുമ്പിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അത് ശ്രദ്ധിച്ചൊന്ന് വായിച്ചോളൂ. പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു. പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. എന്നിട്ട് തൽക്ഷണം അത് പുറത്തുപോയി. ഇങ്ങോട്ട് നോക്കിക്കേ, ശ്രദ്ധിച്ചേ. ഈ വചനഭാഗം പൗലോസ് ലീഹായുടെ ജീവിതത്തിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സംഭവത്തോട് ചേർന്നാണ് പൗലോസ് ലീഹായും ശീലാസും ഒക്കെ തടവറയിൽ അടയ്ക്കപ്പെടുന്നത്. അതിന് സംഭവിച്ചൊരു കാരണമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. നിങ്ങൾക്കിത് ഇതിൻ്റെ കൃത്യമായ ഒരു പശ്ചാത്തലം മനസ്സിലാകുവാൻ അതിന് തൊട്ട് മുമ്പുള്ള ചില വചനങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പം നിങ്ങളതൊന്ന് വായിച്ചു വരുമ്പോൾ അതെങ്ങനെ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. നമ്മളപ്പോൾ 16-ാം അധ്യായം 16 മുതലുള്ള വചനം ഞാൻ വായിക്കാം, നിങ്ങളത് കേൾക്കുക. ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക്
വളരെ ആദായമുണ്ടാക്കിയിരുന്നു. അപ്പം രണ്ട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഒരു പെൺകുട്ടിയാണ്, അടിമ പെൺകുട്ടിയാണ്. ഇവൾ എന്ത് ചെയ്യും? ഭാവി പ്രവചിക്കും. ഒരാത്മാവ് ബാധിച്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരാത്മാവ് ബാധിച്ച് ഭാവി പ്രവചിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചേർത്തിനെ കണ്ടു കഴിയുമ്പോൾ ആ പെണ്ണാണെങ്കിൽ അപ്പം തന്നെ ഭാവി മുഴുവൻ പ്രവചിക്കും. ചേച്ചി എന്ന് മരിക്കും, ദൈവമേ മരിക്കുമെന്നല്ല, എന്നാണ് നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്, അങ്ങനെ വിചാരിച്ചു അല്ലേ? മരിച്ച പേടിയായിരിക്കും. അപ്പോൾ എന്നാണ് ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതൊക്കെ ഈ പെണ്ണ് പറയും. അപ്പോൾ ഇത് ഒരാളെ കണ്ട അപ്പം എല്ലാം പറയും, കൃത്യമായിട്ട് പറയും. അപ്പോൾ ഇത് അടിമയാണ്. അടിമയ്ക്ക് ഒരു യജമാനനുണ്ടല്ലോ. അപ്പോൾ ഇവൾ ഇങ്ങനെ പറഞ്ഞ് ഇതൊരു കച്ചവടമാക്കി മാറ്റിയിരിക്കുക. അപ്പം തന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ഇത് പരിശുദ്ധാത്മാവാണോ ദുരാത്മാവാണോ? ദുരാത്മാവാണ്. ഇതൊരു കച്ചവടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി പറഞ്ഞ് ആദായം ഉണ്ടാക്കുന്നു. ഒരുത്തനുണ്ട് യജമാനൻ, ഇവളെ വിറ്റ് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ പറയുന്നു പറഞ്ഞാൽ ആത്മാവ് ബാധിച്ചു എന്ന് പറഞ്ഞാൽ ഓർക്കേണ്ട കാര്യം ഇത് പരിശുദ്ധാത്മാവല്ല, ദുരാത്മാവാണ്. അപ്പൊ ദുരാത്മാവ് നിന്റെ ഭാവി പറയും. ഓർത്തോണേ, ദുരാത്മാവ്. അപ്പൊ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടോ അയ്യോ പിന്നെ അയാൾ പറയുന്നത് അല്ല, ശ്രദ്ധിച്ചോണം. ദുരാത്മാവും നിന്റെ ഭാവി പറയും. അത് നിന്നെ കുടുക്കിലാക്കാനാണെന്ന് മാത്രം ആ സമയത്ത് നമുക്ക് തോന്നത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ടോ? വേണ്ട. വചനത്തിൽ അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അസ്വസ്ഥത മാറിക്കൊള്ളും കേട്ടോ. ശരിയായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഒന്നും കൂടെ വായിക്കാം. ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോട്ട ആശ്രമത്തിലോട്ട് വരുന്ന വഴിക്കാണ് ഇതേ കാണുന്നത്. ഒരു പെൺകുട്ടി നിന്ന് ഭാവി പ്രവചിക്കുന്നു. അപ്പോൾ ദേ അവളെ കണ്ടു. ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു. 17-ാം വചനം. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പുറകെ വന്ന് വിളിച്ചു പറഞ്ഞു. പൗലോസിനെയും കൂട്ടുകാരെയും കണ്ടപ്പോഴത്തേക്ക് അവർക്കൊരു ഭാവി ഇരിക്കട്ടെ, അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ എന്താ പറഞ്ഞെന്നറിയാവോ? ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. സത്യമല്ലേ? സത്യമായ കാര്യമാണ് ഈ പെണ്ണ് പറയുന്നത്. ഈ പെണ്ണ് ദേ ഭാവി പ്രവചിക്കുകയാണ്. ഈ ആളെക്കുറിച്ച്, പൗലോസ്ലീഹായെ കുറിച്ച് ചുറ്റുവട്ടത്തുള്ളവരോട് ചില കാര്യങ്ങൾ പറയുകയാണ്. അടുത്ത വചനങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പല ദിവസങ്ങൾ ഇവൾ ഇപ്രകാരം ചെയ്തു. ഒരു ദിവസമല്ല, പല ദിവസങ്ങൾ. ആർക്കാണെങ്കിൽ അരിശം വരും അല്ലേ? പല ദിവസങ്ങൾ ഇവൾ ഇപ്രകാരം ചെയ്തു. പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. പൗലോസ് അസ്വസ്ഥനായി. എന്ത് ചെയ്തു? അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്നും പുറത്തു പോകാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. തൽക്ഷണം അത് പുറത്തുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ്ലീഹ എന്ത് ചെയ്തു? പൗലോസ്ലീഹ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട്, അവളോടാണോ? അല്ല, ഇത് ശ്രദ്ധിക്കണം, ഈ വചനം ശ്രദ്ധിക്കണം. പൗലോസ്ലീഹ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്നും പുറത്തു പോവുക, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു. പൗലോസ്ലീഹ ഒരു ഡെലിവറൻസ് ശുശ്രൂഷ അങ്ങോട്ട് നടത്തി. ഒരു വലിയ വിടുതൽ ശുശ്രൂഷ പൗലോസ്ലീഹ നടത്തി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പൗലോസ്ലീഹ തിരിഞ്ഞ് അവളെയല്ല, മറിച്ച് അവളിലെ ദുരാത്മാവിനെയാണ് ബന്ധിച്ചത്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാണെന്നറിയാവോ? നമ്മൾ ഒരു വ്യക്തിക്കെതിരെയല്ല, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ദുരാത്മാവിനെതിരെയാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. ആമേൻ, ആമേൻ. ഇപ്പൊ നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്നാണെന്നറിയാവോ? നമ്മള് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും, സഹോദരങ്ങൾ തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് വ്യക്തികൾക്കെതിരായിട്ടല്ല, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ദുരാത്മാവിനെതിരായിട്ടാണ്. പലതരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ പെൺകുട്ടി ഇപ്രകാരം
അസഹ്യപ്പെടുത്തുന്ന തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് കാരണം അവളുടെ ഉള്ളിൽ ഒരു ദുരാത്മാവുണ്ടായിരുന്നു. അവളുടെ ഉള്ളിൽ ഒരു ദുഷ്ടാത്മാവിരുന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് അവൾ അപ്രകാരം പറഞ്ഞുകൊണ്ടിരുന്നത്, ചെയ്തുകൊണ്ടിരുന്നത്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. ഇനി ഒരു കൊച്ചു ഉദാഹരണം പറയാം. ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും. ഭർത്താവ് പള്ളിയിലെ പാട്ടുകാരനാണ്. കല്യാണം കഴിഞ്ഞു 35 വർഷമായി. 1-2 അല്ല, 35 വർഷം. അപ്പം എത്ര വയസ്സുണ്ടെന്ന് ഓർത്തോണേ. പള്ളിയിൽ വർഷങ്ങളായിട്ട് പാട്ടുകാരനാണ്. ഭാര്യ, ഭർത്താവ്, കുടുംബജീവിതം, 3 മക്കൾ എല്ലാം സന്തോഷത്തോടെ നടക്കുന്നു. കഴിഞ്ഞ ഒരു 1.5 വർഷമായി വീട്ടിൽ പ്രശ്നങ്ങൾ. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിപിടി ബഹളത്തിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനെ ഭാര്യയ്ക്ക് സംശയം. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 35 വർഷം. 35 വർഷം കഴിഞ്ഞു. ഇത്രയും നാളും ഇല്ലാതിരുന്നൊരു സംശയം ഈ ഭാര്യയുടെ ഉള്ളിലോട്ട് കയറിയിരിക്കുക. ഭാര്യ പറയുന്നത്, ചേട്ടൻ പള്ളിയിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ചേട്ടൻ്റെ അടുത്ത് നിന്നിരുന്ന ഒരു പെൺകുട്ടി ചേട്ടൻ്റെ മുഖത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കുന്നു. ചേട്ടൻ എന്തിനാ അങ്ങനെ നോക്കണേ? ചേട്ടൻ എന്തിനാ അങ്ങനെ നോക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ഈ കണ്ണിൽ നോക്കി നിങ്ങൾ തമ്മിൽ എന്തോ ഇടപാടില്ലേ? നോക്കണേ, ഒരു കുഞ്ഞു കാര്യമാണ്. അപ്പൊ ഈ ഭാര്യ എങ്ങോട്ട് നോക്കിയാ പരിശുദ്ധ കുർബാന പങ്കെടുക്കുന്നത്? മനസ്സിലായല്ലോ അല്ലേ? ആ ഭാര്യ എങ്ങോട്ട് നോക്കിയിട്ടാ? ഈശോനെ അല്ല നോക്കണമെന്ന് മനസ്സിലായല്ലോ. ഒരു കുഞ്ഞു കാര്യം. ഇത് വളർന്ന് ഭർത്താവ് പറഞ്ഞു, എടി എന്തോ ഈ പറയണത്, ഞാൻ അങ്ങനെയൊന്നും ആരെയും നോക്കിയിട്ടില്ല. ഇനിയിപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ 35 വർഷം കഴിഞ്ഞ് സന്തോഷമായിട്ട് അല്ലെന്ന്. ചേട്ടൻ ശരിയല്ല, ചേട്ടൻ്റെ മൊബൈൽ ഇങ്ങോട്ട് തന്നെ. പിന്നെ മൊബൈൽ നോക്കലായി, പരിശോധനകളായി. അവിടുന്ന് അങ്ങോട്ട് വഴക്ക് തുടങ്ങി. രാത്രിയിൽ അസ്വസ്ഥയായി. 2 പേരും 2 സ്ഥലത്ത് കിടന്നു. ഒരു ദിവസമല്ല, 2-ാം ദിവസം 3-ാം ദിവസം അകൽച്ചയായി. ഭക്ഷണം ഭർത്താവ് വീട്ടിൽ നിന്ന് കഴിക്കുന്നില്ല. അയാൾ നിരാശനാകാൻ തുടങ്ങി. അയാളുടെ ഉള്ളിലും അസ്വസ്ഥത കയറി തുടങ്ങി. ശക്തമായൊരു പീഡ അങ്ങോട്ട് ഇയാളുടെ ഉള്ളിലും ബാധിക്കാൻ തുടങ്ങി. 2 പേരും കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും പോലെ അടിപിടി, വഴക്ക്, അസ്വസ്ഥത. ഇതിനിടയിൽ ഭാര്യ പറഞ്ഞു, എന്നെ വഞ്ചിക്കുന്ന ഭർത്താവിൻ്റെ കൂടെ ഞാൻ ജീവിക്കുന്നില്ല, ഞാൻ വിഷം കഴിച്ചു മരിക്കും. ഭർത്താവ് പറഞ്ഞു, നീ എങ്ങോട്ടെങ്കിലും പൊക്കോ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഒരു കുഴപ്പവുമില്ല. എന്നും പറഞ്ഞുകൊണ്ട് ഭാര്യ കലുതുള്ളി വീട്ടിന് പുറത്തോട്ടിറങ്ങുന്നു. ഭർത്താവിന് അരിശം കയറി. ഇങ്ങനെ തുടങ്ങി. ചാകത്തൊന്നുമില്ല, പറച്ചിന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ തുടങ്ങി. എല്ലാ ദിവസവും അടിപിടി ബഹളം. ഇതിനിടയിൽ അടുത്തൊരു കാര്യം കൂടെ നടന്നു. ഇന്ന് വരെ ഈ പറഞ്ഞ പെൺകുട്ടിയോട് ഒരു താല്പര്യവുമില്ലാതിരുന്ന ഭർത്താവ്, ഇന്ന് വരെ ഒരു താല്പര്യമില്ല. ഭാര്യ പറഞ്ഞ് ഈ ചെറുക്കൻ്റെ, ഈ ഭർത്താവിൻ്റെ ഉള്ളിലേക്ക് പ്രതികാരം, ഇയാള് ഇതൊന്ന് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? ഈ പെണ്ണിൻ്റെ വീട്ടിലോട്ട് ഈ ചെറുക്കൻ അങ്ങോട്ട് ചെന്നൊരു ദിവസം, 35 വർഷം കഴിഞ്ഞ്. എന്നിട്ട് അവിടെ പോയി ഇരുന്നുകൊണ്ട് ഈ പെണ്ണുമായിട്ടൊരു സെൽഫി എടുത്തു. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഭാര്യനെ കാണിച്ചു, നോക്കടി, ഞാൻ അവളും കൂടെ ഇനി പൊറുക്കാൻ പോവാണ്. ഒരാവശ്യമുള്ള കാര്യമല്ലേ? അടിപിടി ബഹളം. ഇങ്ങോട്ട് നോക്കിക്കേ. ഇനി നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ചൊന്ന് പഠിച്ചേ. ആരാണ് തെറ്റുകാർ? എവിടെയാ പ്രശ്നം തുടങ്ങിയത്? 35 വർഷമായിട്ട് മനസമാധാനത്തോടെ ജീവിച്ചു കൊണ്ടിരുന്ന അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് ശ്രദ്ധിക്കണം. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ബഹളം ഉണ്ടാക്കുമ്പോൾ മാറിയിരുന്ന് ചിരിച്ചോണ്ട് ഒരാളുണ്ട്. ആരാത്? പിശാച്. ഇങ്ങോട്ട് നോക്കിക്കേ. പിശാച് കയറി ഇവരുടെ ഉള്ളിൽ ഇവരെ തമ്മിൽ തെറ്റിക്കുന്നു. പിശാച് കയറി ഭാര്യയുടെ ഉള്ളിൽ ആദ്യം ഒരു സംശയ പിശാച് ഇങ്ങോട്ട് കയറി. എന്നിട്ട് തലയ്ക്കകത്തോട്ട് കയറി ഭർത്താവിനെ കുറിച്ച് സംശയം വർദ്ധിപ്പിച്ചു. ഉടനെ തന്നെ ഭർത്താവ് ആദ്യമൊക്കെ ശാന്തനായിരുന്നു. പിന്നീട് അയാളുടെ സ്വഭാവം മാറി. അയാളുടെ ഉള്ളിലും പിശാച് കയറിയിരിക്കുന്നു. അയാളുടെ ഉള്ളിലും അസ്വസ്ഥപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അയാളും പ്രതികാര ബുദ്ധിയോടെ, പ്രതിഷേധ മനോഭാവത്തോടെ പെരുമാറാൻ തുടങ്ങുന്നു. തല്ലാൻ കൊടുങ്ങുന്നു, അഭ്യഹളം തുടങ്ങുന്നു, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു, ഉറക്കമില്ല. ഇവിടെ വിജയിക്കുന്നത് ആരാണ്? പിശാചാണ്.
ഈ ഭർത്താവ് കൃത്യമായിട്ട് തിരിച്ചറിയേണ്ട കാര്യം എന്താണ്? എൻ്റെ ഭാര്യയുടെ ഉള്ളിൽ ഒരു പൈശാചിക പീഡ കയറിയിരിക്കുന്നു. ഈ ഭർത്താവ് ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? ഭാര്യയോടല്ല, ഭാര്യയുടെ ഉള്ളിലുള്ള ഈ സംശയത്തിൻ്റെ ദുഷ്ടാത്മാവിനോട് വേണം യുദ്ധം ചെയ്യാൻ. ഭാര്യ ഭർത്താവിനെ കുറിച്ച് തിരിച്ചറിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭർത്താവിനോടല്ല യുദ്ധം ചെയ്യേണ്ടത്, ഭർത്താവിൻ്റെ ഉള്ളിൽ കടന്നു വന്ന ദുഷ്ടാത്മാവിനോടാണ് യുദ്ധം ചെയ്യേണ്ടത്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്റെ വീട്ടിലെ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ സമാധാനം തകർക്കാൻ ആര് വരും? സാത്താൻ വരും. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വചനം പറഞ്ഞിരിക്കുന്നത്, അവൻ നുണയനും നുണയുടെ പിതാവും. അവൻ എന്തിനാ വരുന്നത്? 3 കാര്യങ്ങൾ: മോഷ്ടിക്കാനും, കൊല്ലാനും, നശിപ്പിക്കാനും. അവൻ മോഷ്ടിക്കുന്നു. എന്ത് മോഷ്ടിക്കുന്നു? നമ്മുടെ വീട്ടിൽ നിന്ന് സ്വർണവും വെള്ളി എടുത്തോണ്ട് പോകുന്നല്ല, മറിച്ച് നിന്റെ ജീവിതത്തിലുള്ള സമാധാനം അവൻ എടുത്തോണ്ട് പോകും. അവൻ മോഷ്ടിക്കും, കൊല്ലും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ആത്മാവിനെ കൊല്ലും, പിന്നെ നശിപ്പിക്കും, സ്വസ്ഥത മുഴുവൻ പോകും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് എനിക്കും നിനക്കും കർത്താവ് ഈ വചനം പങ്കുവയ്ക്കുമ്പോൾ പൗലോസ്ലീഹ തിരിഞ്ഞു നിന്ന് അവളിലെ ദുഷ്ടാത്മാവിനെ ബന്ധിച്ചു എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെയല്ല, ആ പെൺകുട്ടിയുടെ ഉള്ളിൽ കടന്നു വന്ന ഒരു ദുഷ്ടശക്തിയാണെങ്കിൽ ഇത് ഓർമ്മപ്പെടുത്തുമ്പോൾ ഞാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാവോ? നമ്മളും നമ്മുടെ ജീവിത ബന്ധത്തിൽ നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് കൃത്യമായി ഒരു വ്യക്തിയോടല്ല, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ദുരാത്മാവിനോടാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. വിശ്വസിക്കുന്നവര് ഉച്ചത്തിലൊരു ആമേൻ പറഞ്ഞേ. അല്പം കൂടെ ഉച്ചത്തിൽ പറഞ്ഞേ. അല്പം കൂടെ ഉച്ചത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദാഹരണത്തിന് മകനെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അവന് കൂട്ടുകെട്ടാണ്, അവൻ്റെ സ്വഭാവം ശരിയല്ല, അനുസരണക്കേടിൻ്റെ ദുരാത്മാവ് അവൻ്റെ ഉള്ളിൽ കയറി. രാവിലെ മുതൽ അവനെ ഉപദേശിച്ച് അവനെ ശകാരിച്ച് അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നിങ്ങൾ ഉപദേശം കൂടുന്നതനുസരിച്ച് അവൻ അസ്വസ്ഥനാവും. നിങ്ങളുടെ ദേഷ്യം കൂടുന്നതനുസരിച്ച് അവൻ്റെ ഉള്ളിൽ പ്രതികാര ബുദ്ധി വരും. നിങ്ങൾ അവനെ ശാസിക്കുന്നതനുസരിച്ച് അവൻ അവൻ്റെ തോന്നിവാസം കാണിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാണെന്നറിയാവോ? നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബജീവിതത്തിൽ ഏത് ബന്ധവുമായിക്കൊള്ളട്ടെ, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ദുരാത്മാവിനെ നമ്മൾ കണ്ടെത്തണം. ആ ദുരാത്മാവിനെതിരായി നമ്മൾ യുദ്ധം ചെയ്യണം. ആമേൻ, ആമേൻ. പലതകരം ഉയർത്തി വെച്ചത് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസാർക്ക് എഴുതിയ 2-ാം ലേഖനം, സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ്, 2nd ലെറ്റർ, ചാപ്റ്റർ 10, 10-ാം അധ്യായം, അതിൻ്റെ 3ഉം 4ഉം തിരുവചനം നമുക്കൊന്ന് വായിക്കാം. പൗലോസ്ലീഹ കൊറിന്തോസാർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം, അതിൻ്റെ 3ഉം 4ഉം തിരുവചനം. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. യെസ്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. ദേ പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങൾ ശരീരം കൊണ്ടല്ല യുദ്ധം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു ആത്മീയ പോരാട്ടമാണ്, ഒരു സ്പിരിച്വൽ വാർ, ഒരു ആത്മീയ പോരാട്ടമാണ്. നമ്മുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും നമ്മുടെ ജീവിത ചുറ്റുവട്ടത്തും ഇന്ന് ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ, ഭാരത്തിലൂടെ കടന്നു പോകുന്നവർ ശ്രദ്ധിക്കണം, ഒരു വ്യക്തിക്കെതിരെ അല്ല യുദ്ധം ചെയ്യേണ്ടത്, ശരീരത്തിനെതിരെയല്ല, ജഡത്തിനെതിരെയല്ല, മറിച്ച് ഇതൊരു സ്പിരിച്വൽ വാറാണ്, ആത്മീയ യുദ്ധമാണ്. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല. നമ്മുടെ സമരായുധം എന്താ? നമ്മുടെ സമരായുധം വാ കൊണ്ട് പറയുന്നു, ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലേ? അത് കഴിയുമ്പോൾ ഉപദേശം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരീരം കൊണ്ട് ആക്രമണം തുടങ്ങുന്നു, അല്ലേ? ഇതാണ് ശരീരം, ജഡം. ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ആത്മീയ പോരാട്ടമാണ് നമ്മൾ നടത്തേണ്ടത്, സ്പിരിച്വൽ വാർ. ഹല്ലേലൂയ,
ഹല്ലേലൂയ. 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 അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ ആത്മീയ പോരാട്ടം, ആത്മീയ യുദ്ധം, ആത്മീയ പോരാട്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇതൊരു യുദ്ധമാണ്. ഇതൊരു യുദ്ധമാണ്. എന്ത് യുദ്ധമാണ്? ആത്മീയ യുദ്ധമാണ്. ഉദാഹരണത്തിന് ശ്രദ്ധിച്ചേ, നമ്മൾ ഒരു രാജ്യത്തിനെതിരായി യുദ്ധം ചെയ്യുമ്പോൾ എങ്ങനെ യുദ്ധം ചെയ്യുന്നത്? ഉദാഹരണത്തിന് ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുമ്പോഴത്തേക്ക് ഉടനെ തന്നെ എങ്ങനെയാണ്? ആദ്യം എല്ലാവരും കൂടെ ഓടിപ്പോയിട്ട് പാകിസ്ഥാനെ ആക്രമിക്കുന്നുള്ളതല്ല, തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ആ രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ഈ രാജ്യം എന്ത് ചെയ്യും? ആ രാജ്യത്തെ നിർവീര്യമാക്കുന്നതിനുള്ള, അവയുടെ ശക്തി കെടുത്തിക്കളയുന്നതിനുള്ള തന്ത്രങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരുപക്ഷെ ആദ്യം എയർഫോഴ്സ് ആയിരിക്കും ആദ്യം പോകുന്നത്, അല്ലേ? ആദ്യം പോയിട്ട് അവയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അവർ നിർവീര്യമാക്കും. ബോംബിട്ട് ആ പ്രദേശങ്ങളൊക്കെ നിർവീര്യമാക്കും. അവരുടെ ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ അവർ ബോംബിട്ട് നശിപ്പിച്ചു കളയും. അങ്ങനെ അവർ നിർവീര്യമായി ശക്തി കുറഞ്ഞിരിക്കുമ്പോഴാണ് കരമാർഗമുള്ള അടുത്ത മിലിറ്ററി പ്രവേശിക്കുന്നത്. അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് എന്ന് വീഴുകയല്ല, മറിച്ച് തന്ത്രപരമായിട്ടാണ്. എന്നുള്ളതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ഇന്ന് ഏതെങ്കിലും ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, ഇതിനെ നമ്മൾ ഒരു ആത്മീയ യുദ്ധമായിട്ട് മനസ്സിലാക്കി അതിനെ നമ്മൾ തന്ത്രപരമായിട്ട് കൈകാര്യം ചെയ്യണം. അല്ലാതെ രാവിലെ തൊട്ട് ബഹളമുണ്ടാക്കുന്നതനുസരിച്ച് നമ്മുടെ ശക്തി ക്ഷീണിക്കുവോ അതോ ശക്തി കൂടുവോ? നമ്മൾ ക്ഷീണിക്കും. ചുമ്മാതല്ല പലരും ഇവിടെ ക്ഷീണിച്ചിരിക്കുന്നു, അല്ലേ? എൻ്റെ അച്ഛാ, രാവിലെ ഒരു യുദ്ധം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കുന്നു, അല്ലേ? എന്തെല്ലാമാണ് വീട്ടിലെ അവസ്ഥ. എന്നാൽ ഇവിടെ വന്നിരുന്നൊന്ന് പ്രാർത്ഥിക്കാമല്ലോ എന്ന് ഓർത്താ വന്ന്. ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഇത് സ്പിരിച്വലായി ആത്മീയമായി ബലം പ്രാപിക്കാനുള്ളതാണെന്ന്. അല്ലാതെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച് ഇന്ന് വൈകുന്നേരം പോയി ഭർത്താവിനോട് 4 എണ്ണം പറയണം. അത് ഏതൊക്കെയാ പറയേണ്ടത്? 1 2 3 4 അത് കണ്ടുപിടിച്ച് എഴുതിക്കൊണ്ട് പോകാനല്ലെന്ന്. ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ബലം പ്രാപിക്കുകയാണ്. ഇതൊരു ആത്മീയ യുദ്ധമാണ്. ഇതിനെക്കുറിച്ച് പൗലോസ്ലീഹ എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചേ, പൗലോസ്ലീഹ എഫേസുകാർക്ക് എഴുതിയ ലേഖനം, അറിയാവുന്നൊരു വചനമാണ് ഇത്, നന്നായിട്ട് പഠിച്ചോണേ. എഫേസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10, 11, 12 10-ാം വചനം തൊട്ട് അതിന് ഹെഡിങ് തന്നെ നോക്കിയേ, ആത്മീയ സമരം എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്പിരിച്വൽ വാറാണ്, ആത്മീയ സമരം. നമുക്കൊന്ന് വായിക്കാം. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകും. കണ്ടോ അവസാനമായിട്ട് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാവണം. കരുത്ത് വേണമെന്ന്. യുദ്ധം ചെയ്യാൻ നിനക്ക് എന്ത് വേണം? ഇപ്പൊ ഉള്ള ഇരിപ്പ് എന്താ? ഇപ്പോ യുദ്ധം ചെയ്യാൻ പോയ എങ്ങനെ ഉണ്ടാവും? ഇപ്പോഴത്തെ ഇരിപ്പേ, ചിലരുടെ ഇരിപ്പ് കണ്ടില്ലേ? വളഞ്ഞു തൂങ്ങി ഒടിഞ്ഞു കുത്തി, അല്ലേ? വിഷമിച്ച് കിടക്കോ. ഇനി എങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ മേല, പിന്നെയാണ് യുദ്ധം ചെയ്യണത്. ആത്മീയമായി നിനക്കൊരു പവർ വേണം ഉള്ളില്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ, ആത്മീയമായിട്ട് നിനക്കൊരു ശക്തി വേണം. ആത്മീയമായ ശക്തി നിന്റെ ശരീരത്തിന്റെ 6 പാക്ക് അല്ല. തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യണമെങ്കിൽ നിന്റെ ഉള്ളിൽ വേണമെന്ന്. അതുകൊണ്ട് വചനം പറയുന്നത്, കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാവണം. സ്പിരിച്വൽ പവർ വേണം നിന്റെ ഉള്ളില്, ഈ ബലം വേണം. എന്നിട്ട് അടുത്ത വചനം വായിച്ച 11-ാം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 10, 11, 12, 11 വായിച്ച 11. കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. ശ്രദ്ധ പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരുടെ ആയുധങ്ങൾ? ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിക്കണം. അതല്ലാതെ നമ്മുടെ തലയ്ക്കകത്ത് തോന്നുന്നത് ഇയാൾക്കെതിരെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് കരുതി നമ്മുടെ തലയ്ക്കകത്തുള്ളതല്ലെന്ന്, മറിച്ച് ദൈവം നൽകുന്ന ആയുധങ്ങൾ ധരിക്കണം. എന്നിട്ട് അടുത്ത വചനം ശ്രദ്ധിച്ചു വായിച്ചോ, 12-ാം വചനം.
എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിലെ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. ഹല്ലേലൂയാ. നമ്മൾ പടവെട്ടുന്നത് ആർക്കെതിരായിട്ടാ? പറ ആർക്കെതിരായിട്ട്? വചനം പറയാണ്, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, ഭർത്താവിനെതിരെ അല്ല. അല്ല ചേച്ചി, അല്ല. ഭർത്താവിനെതിരെ വെറുതെ യുദ്ധം ചെയ്യരുത്, ഭാര്യയ്ക്കെതിരെ വെറുതെ യുദ്ധം ചെയ്യരുത്, മക്കൾക്കെതിരെ വെറുതെ യുദ്ധം ചെയ്യരുത്, മാതാപിതാക്കൾക്കെതിരെ യുദ്ധം ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമ്മൾ ക്ഷീണിച്ചു പോവുള്ളൂ, നമ്മുടെ ജീവിതം വെറുതെ വേസ്റ്റായി പോവുള്ളൂ. വചനം പറയുന്നു, മാംസത്തിന് രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെയാണ് യുദ്ധം ചെയ്യേണ്ടത്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നമ്മൾ കൃത്യത ഉണ്ടാവണം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് ശ്രദ്ധിച്ചേ. ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കും, അയ്യോ എന്നേക്കാൾ ശക്തരാണ് ആ വ്യക്തി, അല്ലേ? എത്ര നാളായി ഞാൻ ഇയാള് ഒന്ന് നന്നായി കാണാൻ വേണ്ടി ഞാൻ പല രീതിയിൽ ശ്രമിക്കുന്നു, ഇയാളൊന്ന് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു, ഒന്നും ശരിയായില്ല. അയാളുടെ സ്വഭാവം ഇങ്ങനെയാണ്, അയാളുടെ കുടുംബ പാരമ്പര്യം ഇങ്ങനെയാണ്, അയാളുടെ കൂട്ടുകെട്ട് ഇങ്ങനെയാണ്, അയാൾക്ക് ശക്തിയുണ്ട്, പലതും നമ്മൾ ചിന്തിക്കും നമ്മുടെ ശത്രുവിനെ കുറിച്ച്. എന്നാൽ നമ്മൾ യുദ്ധം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്, നമ്മുടെ കഴിവിൽ ആശ്രയിച്ചു കൊണ്ടല്ലെന്ന്. അങ്ങനെ നമ്മൾ യുദ്ധം ചെയ്താൽ എന്ത് സംഭവിക്കും? വചനം പറയുന്നത് എന്നറിയോ? നിനക്ക് വേണ്ടി ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതൊരു സ്പിരിച്വൽ വാറാണ്, ആത്മീയ യുദ്ധമാണ്. ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് വേണം ഈ യുദ്ധത്തിൽ നീ പങ്കുചേരാൻ. ഒന്ന് ചാടി എഴുന്നേറ്റ് രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നിവർത്തി ഉയർത്തിപ്പിടിച്ച് ദൈവജനമേ, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒന്ന് കണ്ണടച്ച് ഒന്ന് മനസ്സിലൊന്ന് ചിന്തിച്ച്, ഇന്ന് ഞാൻ ആർക്കെതിരായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്? ഇന്ന് എൻ്റെ വീട്ടിലെ പ്രശ്നം എന്താണ്? ഇന്ന് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്താണ്? ആരോടെങ്കിലും നിനക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ പറ്റാതെ വരുന്നുണ്ടോ? എല്ലാ ദിവസവും നിസാരപ്പെട്ട കാര്യങ്ങൾക്ക് പോലും വീട്ടിൽ വഴക്കുണ്ടോ? ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ അസ്വസ്ഥതയാണോ? ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇതൊരു ആത്മീയ യുദ്ധമാണ്. ദൈവത്തിൻ്റെ ആയുധം ധരിച്ചുകൊണ്ട് നീ തിന്മയെ എതിർക്കണം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, വ്യക്തിക്കെതിരായിട്ടല്ല. ഒരുപക്ഷെ നിന്റെ ഭർത്താവിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഭാരമുണ്ടോ? ആ ഭർത്താവിനെ അല്ല, മറിച്ച് ഭർത്താവിൻ്റെ ഉള്ളിലുള്ള തിന്മയ്ക്കെതിരെ നീ യുദ്ധം ചെയ്യണം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച്, ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, എൻ്റെ ജീവിതത്തെയും പ്രവർത്തന മേഖലകളെയും ദേശത്തെയും പീഡിപ്പിക്കുന്ന ശക്തി കേന്ദ്രങ്ങളെ തിരിച്ചറിയാൻ എനിക്ക് ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മ ശക്തിയാല് പ്രാർത്ഥനയിലൂടെ ദുഷ്ടാത്മ സേനകളെ നിർവീര്യമാക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവശക്തിയിൽ ആശ്രയിച്ച്, ഓ ദൈവമേ, തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ, തിന്മയുടെ ശക്തി കേന്ദ്രങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ശക്തി വേണം, ബലം വേണം. ആഗ്രഹിക്കട്ടെ. കൈയടിച്ച്, നല്ല കൈയടി പോരാ, ശക്തിയോടെ. ആമേൻ. യെസ്, കരങ്ങൾ ഉയർത്തി കൈയടിച്ച്. എല്ലാവരും തിന്മയ്ക്കെതിരെ എതിർക്കാൻ ശക്തിയുടെ ബലം, അഭിഷേകം, ആത്മീയ ബലം. ആമേൻ. എല്ലാവരും കൈകൾ അടിച്ച്, ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ആമേൻ. കൂടിപ്പോകും, നമ്മെ വിട്ടുപോകും. ആമേൻ. ദൈവത്തിൻ വചനമിത് എതിർക്കേണം സാത്താന്റെ ശക്തികളെ. കൂടിപ്പോകും, നമ്മെ വിട്ടുപോകും. ആമേൻ. ദൈവത്തിൻ വചനമിത്. കൈകൾ ഉയർത്തി. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയകൊടി. വചനമവാളെടുത്തെ എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ
ജയക്കൊടി ജയകൊടി വചനമാണെന്നു സേവിക്കുവിൻ എതിർക്കുവിൻ. യേശുവിൻ നാമത്തിൽ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിക്കണം. ഇതൊരു ആത്മീയ യുദ്ധമാണ്. ഓ ദൈവമേ, ഈ ആത്മീയ യുദ്ധത്തിൽ അഭിഷേകത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണം. കർത്താവേ, ശക്തിയും അഭിഷേകം ഞങ്ങൾ ചൊരിയപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ ശക്തിയിൽ എടുത്തു മാറ്റപ്പെടട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. ഓ ദൈവമേ, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സകല തിന്മയുടെ നാരക ശക്തികൾ യേശുവിന്റെ അത്ഭുത നാമത്തിൽ കെട്ടഴിഞ്ഞ് പോകപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ആരാധന, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇരിക്കാം, ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളുടെ കാരണങ്ങൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന കാരണമാകണമെന്നില്ല. പിടികിട്ടിയോ? നമ്മളൊരു പ്രശ്നത്തിന് ചില കാരണങ്ങൾ കണ്ടിട്ടുണ്ട്. ആ കാരണങ്ങളാകണമെന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇന്ന് നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ യുദ്ധഭൂമിയിൽ നമ്മൾ ചിന്തിക്കണം. ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന ചില കാരണങ്ങളുണ്ട്. എൻ്റെ ഭർത്താവ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ വീട്, എൻ്റെ കൂട്ടത്തിലുള്ളവർ, ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നം. അപ്പം നമ്മളിങ്ങനെ ചിന്തിച്ച് വെച്ചിരിക്കുക. നമ്മൾ വിചാരിക്കുന്ന കാരണമാകണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദാഹരണത്തിന് തലവേദന പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം, ഇല്ലേ? BP കൂടിയത് കൊണ്ടുണ്ടാവാം, അല്ലേ? ഉദാഹരണത്തിന് ഗ്യാസ് ട്രബിൾ വന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം, ടെൻഷൻ വന്നത് കൊണ്ടുണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവുന്നതിന് പല കാരണങ്ങളുണ്ടാവും. ഈ കാരണം കണ്ടെത്തി ചികിത്സിക്കുമ്പോഴാണ് ചികിത്സ ഫലപ്രദമായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം കണ്ടെത്തി ചികിത്സിക്കണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, കാരണം കണ്ടെത്തി ചികിത്സിക്കണം. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് എന്നതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യുദ്ധത്തിലെ പ്രധാനപ്പെട്ട തന്ത്രം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ആദ്യം നിന്റെ ശത്രുവിനെ നീ തിരിച്ചറിയണം. വേണ്ടേ? ഈ ശത്രു ആരാന്നറിയാതെ യുദ്ധഭൂമി ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ത് കാര്യം? നീ നിന്നെ തന്നെയല്ലേ നശിപ്പിക്കുന്നത്? നീ നിന്റെ ആളുകളെ തന്നെയല്ലേ വെട്ടി വീഴ്ത്തുന്നത്? ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ പലതും അങ്ങനെയല്ലേ? ഞാൻ ആദ്യം പറഞ്ഞ ഭാര്യ ഭർത്താവിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് നോക്കിയേ. ഈ ഭാര്യയും ഭർത്താവും കൂടെ അവരുടെ ഉള്ളിലുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി ആരുടെ ബലമാണ് കുറയുന്നത്? ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെ ബലമാണ് കുറയുന്നത്. ഇവരുടെ ശക്തിയാണ് കുറയുന്നത്. ഇവരുടെ ഉള്ളിൽ ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്ന ആ തിന്മയുടെ ദുരാത്മാവിനെതിരായിട്ടാണ് യുദ്ധം ചെയ്യേണ്ടത്. ഒരു യുദ്ധത്തിൽ നമ്മൾ എടുക്കേണ്ട ആദ്യത്തെ നിലപാടെന്ന് പറഞ്ഞാൽ ശത്രുവിനെ നമ്മൾ കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കണം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ ആത്മീയ മേഖലയിൽ നമ്മൾ ഇതിനെ കൃത്യമായിട്ട് തിരിച്ചറിയണം. എല്ലാ തകർച്ചയ്ക്കും പിന്നിലും, എല്ലാ പ്രശ്നത്തിന് പിന്നിലും ചില ആത്മീയ കാരണങ്ങൾ ഉണ്ട്. ഏത് കാര്യവും നിങ്ങൾ എടുത്തോളൂ. നിങ്ങളുടെ കുടുംബത്തിലോ വ്യക്തി ജീവിതത്തിലോ ഒക്കെ അനുഭവിക്കുന്ന ഏത് കാര്യത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പിന്നിലും there is a spiritual reason. ഒരു ആത്മീയ കാരണം അതിൻ്റെ പിന്നിലുണ്ടാവും. ആ കാരണത്തെ കണ്ടെത്തി അതിനെതിരെ യുദ്ധം ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ആത്മീയ കാരണം കണ്ടെത്താൻ ആര് സഹായിക്കും? പരിശുദ്ധാത്മാവ് സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിക്കുന്നത്, റുഹായെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നിന്റെ ജീവിതത്തിലെ ആത്മീയ തകർച്ചയുടെ കാരണം കണ്ടെത്താൻ നിന്നെ പരിശുദ്ധാത്മാവ് സഹായിക്കും. ഇത് മനസ്സിലാക്കപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഇരുട്ടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ഒരേ ലക്ഷ്യത്തിൽ ഒരേ അനുഗ്രഹത്തിൽ ജീവിക്കേണ്ടവരെ തമ്മിൽ തല്ലി ഈ പിശാചി വിജയിക്കും. അതാണ് പിശാചിൻ്റെ യുദ്ധം. അവൻ്റെ തന്ത്രം അതാണ്. നമ്മുടെ കുടുംബത്തിലുള്ള സന്തോഷത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരേ വേഗതയിൽ ചലിക്കേണ്ടവരെ തമ്മിൽ തല്ലിച്ച് ഈ പിശാച് മാറിയിരുന്ന് ചിരിക്കും. പ്രൈസ് ദി ലോർഡ്.
Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 അപ്പൊ അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകത എന്താ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദേ എൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നതിനുള്ള കാരണം ഇങ്ങനെയാണല്ലോ എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് കൃത്യം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമ്മൾ ഇരുട്ടിൽ കിടന്ന് തപ്പിത്തടഞ്ഞ് നമ്മുടെ ജീവിതം വേസ്റ്റാവും. നമ്മുടെ ജീവിതം വേസ്റ്റാവും. അതായത് ദൈവം ഈ ഭൂമിയിൽ നമ്മളെ സൃഷ്ടിച്ചത് ഈ പ്രശ്നത്തിൻ്റെ അടിയിൽ കിടന്ന് ചതഞ്ഞരഞ്ഞ് കരഞ്ഞ് പിറുപിറുത്ത് ജീവിക്കാനാണോ? ആണോ? അല്ല. ദൈവം നിന്നെയും എന്നെയും സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ, ഈ പ്രപഞ്ചത്തിന് മുകളിൽ ചവിട്ടി നടക്കാൻ അത്രമേൽ അധികാരം തന്നിട്ടാണ്. സങ്കീർത്തനത്തിൽ ഒരു വചനമുണ്ട്, ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് സാം, സങ്കീർത്തന പുസ്തകം 115 അതിൻ്റെ 16 തിരുവചനം. സങ്കീർത്തനം 115, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 115, 115 അതിൻ്റെ 16 തിരുവചനം. വായിച്ചോ. നല്ല വചനമാണ്, നല്ല ഒന്നാന്തരം വചനമാണ്. സങ്കീർത്തനം 115 വചനം 16. ആകാശം കർത്താവിന് മാത്രമുള്ളതാണ്. യെസ്. എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യ മക്കൾക്ക് നൽകിയിരിക്കുന്നു. ആ ഭൂമി, ഇതേ ഈ പ്രപഞ്ചത്തെ മനുഷ്യ മക്കൾക്കാണ് നൽകിയിരിക്കുന്നത്. കേട്ടോ? എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ അധികാരം ആർക്ക് കൊടുത്തിരിക്കുന്നു? മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു. എനിക്കും നിനക്കും നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ആരാ? ഉടമസ്ഥരാണെന്ന്. ഈ പ്രപഞ്ചത്തിന്റെ മേലുള്ള ഉടമസ്ഥരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ അടിമകളെ പോലെയാണ്, പക്ഷെ നമ്മൾ ഉടമസ്ഥരാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28 തിരുവചനം വായിച്ചേ. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 28. ഉൽപ്പത്തി പുസ്തകം 1:28. ഉൽപ്പത്തി പുസ്തകം. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. ഇങ്ങനെ അനുഗ്രഹിച്ചു. എങ്ങനെ അനുഗ്രഹിച്ചു? വായിച്ചോ. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മേലുള്ള അധികാരം നിനക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 നീ അധികാരിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ മേൽ നിനക്ക് അധികാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 ഫൗസ്റ്റീനാമയുടെ ഡയറി വായിച്ച സമയത്ത് അതിൻ്റെ അകത്തൊരു സുന്ദരമായ കാര്യം, അതായത് ഒത്തിരി സ്വർഗീയ ദർശനങ്ങൾ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അതിലെഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രപഞ്ചത്തിൽ ആദത്തിൻ്റെ ഹവ്വായുടെയും ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മൃഗങ്ങൾക്കും സസ്യലതാദികൾക്കും എല്ലാത്തിനും മനുഷ്യരോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. കാരണം യജമാനനാണ് മനുഷ്യൻ. എല്ലാത്തിനും, എല്ലാ ഈ ജീവജാലങ്ങൾക്കും മനുഷ്യരോട് ബഹുമാനമുണ്ടായിരുന്നു. ഇപ്പം എന്തു പറ്റി? നമ്മൾ പാപം ചെയ്തതോടുകൂടി നമുക്കുണ്ടായിരുന്ന കൃപ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ജീവജാലങ്ങൾക്കൊന്നും നമ്മളോടൊരു ബഹുമാനമില്ല. ഈ ജീവജാലങ്ങൾക്കൊന്നും നമ്മളോടിപ്പോൾ ഒരു സ്നേഹമില്ല. നമ്മൾ ഇവയെക്കാളും കെട്ട അവസ്ഥയിലാണ് നമ്മൾ പലരും ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 7-8 തിരുവചനം ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ഹീബ്രൂസ്, ഹെബ്രായ ലേഖനം 2-ാം അധ്യായം, ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 7 and 8. 2-ാം അധ്യായം 7-8 തിരുവചനം. നല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം എഴുതിയിരിക്കുന്നു, വായിച്ചാലോ. ദൂതന്മാരെക്കാൾ അവിടുന്ന് തന്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളങ്ങളും ആക്കുന്നു. 2-ാം അധ്യായം 7-ാം തിരുവചനം. ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി അങ്ങ് അവനെ സൃഷ്ടിച്ചു. മഹിമയും ബഹുമാനവും കൊണ്ട് അവനെ കിരീടമണിയിച്ചു. സമസ്തവും അവന്റെ പാദങ്ങളുടെ കീഴിലാക്കി. എല്ലാം അവന്റെ അധീനമാക്കിയപ്പോൾ അവന് കീഴ്പ്പെടുത്താത്തതായി ഒന്നും അവിടുന്ന് അവശേഷിപ്പിച്ചില്ല. എന്നാൽ എല്ലാം അവന് അധീനമായതായി നാം കാണുന്നില്ല. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഈ പ്രപഞ്ചത്തിന്റെ മേലുള്ള അധികാരം മനുഷ്യനാണ് നൽകിയത്.
ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ, ഈ പ്രപഞ്ചത്തിൻ്റെ മുകളിൽ ചവിട്ടി നടക്കാൻ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളുടെ മുകളിൽ ചവിട്ടി നടക്കാൻ നമുക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ തലയ്ക്ക് മുകളിൽ നമ്മളെ ചവിട്ടി നടക്കുന്നതാണ് സങ്കടകരമായ കാര്യം, അല്ലേ? സങ്കടകരമായ കാര്യം. സങ്കീർത്തനത്തിലോട്ട് ഒരു വചനം കൂടെ പഠിച്ചാലോ? സങ്കീർത്തനം 8-ാം അധ്യായം, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 8, 8-ാം അധ്യായം, അതിൻ്റെ 5ഉം 6ഉം തിരുവചനം. സങ്കീർത്തനം ചാപ്റ്റർ 8 വേഴ്സ് 5 and 6. 8-ാം അധ്യായം 5ഉം 6ഉം തിരുവചനം. എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. 6-ാം വചനം വായിച്ചേ. അങ്ങ് സ്വന്തം കരവേലകൾക്കുമേൽ അവൻ ആധിപത്യം നൽകി എല്ലാറ്റിനെയും അവന്റെ പാദത്തിൻ കീഴിലാക്കി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാറ്റിനെയും അവന്റെ പാദത്തിൻ കീഴിലാക്കി. അങ്ങനെ നമുക്ക് അവകാശം നൽകപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ പാപകരമായ അവസ്ഥയിലൂടെ പോയപ്പോൾ സാത്താൻ നമ്മുടെ നിയന്ത്രണം ഏറ്റെടുത്തു, നമ്മൾ അടിമയായിപ്പോയി. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന വലിയ രക്ഷ, യേശു ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ ആ കുരിശു മരണത്തിലൂടെ സാത്താന്റെ നാരകീയ ശക്തിയെ അവിടുന്ന് എന്നേക്കുമായിട്ട് നിഷ്കാസനം ചെയ്തു, നമ്മളെ രക്ഷിച്ചെടുത്തു. ഇപ്പൊ നമ്മൾ യേശുവിന്റെ സ്വന്തമാണ്. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 12-ാം തിരുവചനം, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 12 വേഴ്സ് 12. നമുക്കറിയാവുന്ന ഒരു വചനമാണ്, ഒന്ന് ശ്രദ്ധിച്ചൊന്ന് വായിച്ചേ. 12-ാം അധ്യായം 12-ാം തിരുവചനം. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. യെസ്. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം. യെസ്. അടുത്ത വചനം വായിച്ചേ. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചേച്ചി കേട്ടോ, ചുരുങ്ങിയ സമയമേ ഉള്ളൂ എന്നറിഞ്ഞ് പിശാച് നിങ്ങളുടെ അടുത്തേക്ക്, എൻ്റെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഹല്ലേലൂയാ. ഞാനിത് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ചേച്ചി അടുത്തിരിക്കുന്ന ആളെ നോക്കുവാണ്. ഇതല്ലെന്ന്, നിന്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ ഇരിക്കുന്ന ആളല്ലെന്ന്, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥത നശിപ്പിക്കാൻ പിശാച് പല തരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു വചനം കൂടെ വായിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം മനസ്സിലാകും. ഇതൊരു യുദ്ധഭൂമിയാന്ന് മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനം, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 3 വേഴ്സ് 15. 3-ാം അധ്യായം 15-ാം വചനം ഒന്ന് വായിച്ചേ. 3:15. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. ഹല്ലേലൂയാ. ഒരു യുദ്ധമുഖം തുറക്കപ്പെട്ടു. സാത്താനെതിരായിട്ടുള്ളൊരു യുദ്ധം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? നിനക്ക് ഈ ഭൂമിയിൽ ഒരു യുദ്ധഭൂമിയിലാണെന്നുള്ള അവബോധം വേണം. നിന്റെ ശത്രു ആരാണെന്ന് നീ അറിഞ്ഞിരിക്കണം. ശത്രുവിനെതിരെ ആയുധങ്ങൾ നീ ഉപയോഗിക്കണം. ഹല്ലേലൂയാ. ഇപ്പൊ കയ്യിൽ ഒരു തോക്കുണ്ടെന്ന് വിചാരിച്ചോ, അത് പൊട്ടിക്കാനും നിനക്കറിയാം. പക്ഷേ ആർക്കെതിരെയാണ് പൊട്ടിക്കേണ്ടെന്നറിയാൻ പാടില്ലെങ്കിൽ എന്ത് കാര്യം? കയ്യിൽ തോക്കിരിപ്പുണ്ട്, ആയുധം കയ്യിലുണ്ട്, വെടിവെക്കാനും അറിയാം. ഇത് ആർക്കെതിരെ വെടിവെക്കണമെന്നറിയാൻ പാടില്ലെന്ന്. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ വീട്ടിലൊക്കെ ഇരുന്നുണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് തിന്മയ്ക്കെതിരെയാണ്, വ്യക്തികൾക്കെതിരെ അല്ല. വീണ്ടും ആവർത്തിക്കുന്നു കേട്ടോ, വ്യക്തികൾക്കെതിരെ അല്ല, മറിച്ച് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള തിന്മയ്ക്കെതിരെ വേണം യുദ്ധം ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മൾ ഒരു യുദ്ധക്കളത്തിലാണ്. നമ്മൾ എവിടെയാണ്? യുദ്ധഭൂമിയിലാണ്. യുദ്ധഭൂമിയിലിരിക്കുന്ന ഒരു ഭടൻ ഉറങ്ങി വീഴാറായി. ഇങ്ങോട്ട് നോക്കൂ, നമ്മൾ യുദ്ധഭൂമിയിലാണ്. നമ്മൾ എവിടെയാണ്? യുദ്ധഭൂമിയിലാണ്. നമ്മൾ ആർക്കെതിരെ യുദ്ധം ചെയ്യുന്നു? സാത്താനെതിരെ യുദ്ധം ചെയ്യുന്നു.
നമ്മുടെ കയ്യിലുള്ള ആയുധം ഇത് ദൈവത്തിൻ്റെ ആയുധങ്ങളാണ്, നമ്മുടെ മാനുഷിക കഴിവുകളല്ല. ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് നമ്മൾ തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നു. അപ്പോൾ ശത്രു ആരാണെന്ന് കണ്ട് ആ ശത്രുവിനെ തകർക്കാൻ നമുക്ക് ലക്ഷ്യബോധം വേണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഭാരപ്പെടും, നമ്മൾ ക്ഷീണിച്ചു പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് നമ്മുടെ ബലം കുറയും. രണ്ട് അയൽവാസികളായി ഒരു അയൽവാസികൾ അതിർത്തി പ്രശ്നമാണ്. അവർക്ക് സ്വത്തില്ലാത്തവരൊന്നും അല്ല കേട്ടോ, ഇല്ലാത്തവരൊന്നും അല്ല, ഉള്ളവരാണ്. പലപ്പോഴും അങ്ങനെയാണല്ലോ, ഉള്ളവർക്കാണല്ലോ ആക്രാന്തം കൂടുതൽ അല്ലേ. ഈ ഉള്ള സ്വത്തുള്ളവരാ. എന്നിട്ട് അതിർത്തിയുടെ പേരിൽ, അതിലേക്കൂടെ ഒരു വഴിയുണ്ട്, അതിൻ്റെ പേരിൽ എല്ലാ ദിവസവും വഴക്ക് വഴക്ക് വഴക്ക്, എല്ലാ ദിവസവും വഴക്ക്. എന്ത് കാര്യത്തിന്? ഇവർ ഈ മണ്ണും പിടിച്ചോണ്ടാണോ പോകാൻ പോണത്? ഇവരിത് വല്ലതും ആസ്വദിക്കുന്നുണ്ടോ? അവരുടെ മക്കളൊക്കെ വിദേശങ്ങളിലൊക്കെ എത്തി, അവർ മക്കളൊക്കെ പറഞ്ഞു ഈ വിഷയത്തിൽ ഞങ്ങൾ ലീസ്റ്റ് ബോധേഡാണ്. എന്തിനാണ് ഈ അപ്പനും അമ്മയും എല്ലാ ദിവസവും കിടന്നുകൊണ്ട് ഈ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുമ്പോഴെന്നോ മക്കൾ പറയുന്നു, അപ്പനും അമ്മയും പറയുന്നു പാരമ്പര്യമായിട്ട് കിട്ടിയ സമ്പത്താണ്, അതങ്ങനെ അന്യാധീനമാക്കാൻ പറ്റുമോ? അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവനൊരു പാഠം പഠിപ്പിക്കണം. രാവിലെ മുതൽ 24 മണിക്കൂറും ഈ കുടുംബനാഥൻ ചിന്തിക്കുന്നത് എന്നാണെന്നറിയാവോ? ഇയാളെ അയൽവാസിനെ എങ്ങനെ ഒരു പാഠം പഠിപ്പിക്കാം, അയാളെ എങ്ങനെ ശരിയാക്കാം, അയാളെ എങ്ങനെ കുടുക്കിലാക്കാം, അയാളെ എങ്ങനെ ശരിയാക്കും. ഇത് രാവിലെ മുതൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ആലോചിച്ച് കോടതി കയറി ഇറങ്ങി കയ്യിലൊരു ഡയറിയും പിടിച്ചുകൊണ്ട് രാവിലെ കോടതിക്ക് പോകും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ജീവിതകാലം മുഴുവൻ എന്ത് കാര്യത്തിന് നീ യുദ്ധം ചെയ്യുന്നത് ആരോടാണ്? നീ ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? യുദ്ധഭൂമിയിൽ നിൽക്കുന്ന ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കണം. വെറുതെ മനുഷ്യരോട് യുദ്ധം ചെയ്ത് നമ്മുടെ എനർജി കളയല്ലേ. അങ്ങനെ കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ യുദ്ധം ചെയ്യുന്ന തിന്മയ്ക്കെതിരായിട്ടാണ്. ഇവിടെ യുദ്ധഭൂമിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നീ ആരുടെ പക്ഷത്താണ്? നീ യുദ്ധഭൂമിയിൽ ആരുടെ പക്ഷത്താണ്? മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 30-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 12, 12-ാം അധ്യായം 30-ാം തിരുവചനം 12:30. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 12 വേഴ്സ് 30. എന്നോട് കൂടെയല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. കണ്ടോ, എന്നോട് കൂടെയല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്. ചോദ്യം, നീ ആരുടെ കൂടെയാണ്? യുദ്ധഭൂമിയിൽ നീ ആരുടെ കൂടെയാണ്? യേശുവിൻ്റെ കൂടെയാണോ? യേശുവിൻ്റെ കൂടെയാണെങ്കിൽ യേശുവിൻ്റെ ജീവിത മേഖലകളോട് ചേർന്ന് നിൽക്കണം. യേശു നൽകുന്ന കൃപകളോട് ചേർന്ന് നിൽക്കണം. യേശുവിൻ്റെ ചൈതന്യത്തോട് ചേർന്ന് നിൽക്കണം. ഇല്ലെങ്കിൽ എന്തു പറ്റും? നമ്മൾ വീണുപോകും. ശത്രു നമ്മളെ നിരമ്പഴസാക്കി കളയും. നമുക്ക് ആരും ഇല്ലാണ്ടാകും. ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിന്നെയും പഠിപ്പിക്കുന്നത്, നമ്മൾ ഒരു യുദ്ധഭൂമിയിലാണ്. നമുക്കൊരു ശത്രുവുണ്ട്, അത് സാത്താനാണ്. വ്യക്തികൾക്കെതിരെ യുദ്ധം ചെയ്യരുത്. വ്യക്തികൾക്കെതിരെ യുദ്ധം ചെയ്ത് നമ്മൾ വെറുതെ ക്ഷീണിക്കരുത്. മറിച്ച് തിന്മയുടെ ദുഷ്ടശക്തികൾക്കെതിരെ യുദ്ധം ചെയ്യണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കാലാകാലങ്ങളായി നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ചില തിന്മകൾ പ്രവേശിച്ചിട്ടുണ്ടാവും. ഈ നിമിഷം ആ തിന്മകളെ സമർപ്പിച്ച്, ദൈവമേ, അങ്ങയുടെ അത്ഭുത ശക്തിയിൽ ആശ്രയിച്ച് ആ തിന്മകൾക്കെതിരെ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നു. ദൈവമേ, ആ തിന്മകളെ നിർവീര്യമാക്കണമേ. നമ്മുടെ കുടുംബങ്ങളിൽ കടന്നു വന്നിട്ടുള്ള അനേക തിന്മയുടെ മേഖലകൾ, മനസ്സിൽ തെളിയുന്ന ഓരോ മേഖലകളും, ഒരുപക്ഷെ മദ്യപാനത്തിൻ്റെ ദുരാത്മാവ്, ഒരുപക്ഷെ മയക്കുമരുന്നിൻ്റെ ദുരാത്മാവ്, ഒരുപക്ഷെ അനുസരണക്കേടിൻ്റെ ദുരാത്മാവ്, ഒരുപക്ഷെ വ്യഭിചാരത്തിൻ്റെ ദുരാത്മാവ്, തെറ്റായ സ്നേഹബന്ധങ്ങളുടെ ദുരാത്മാവ്, ഒരുപക്ഷെ നുണയുടെ ദുരാത്മാവ്, വാ തുറന്നാൽ ചീത്ത പറയുന്ന ദുരാത്മാവ് നിന്റെ ഉള്ളിൽ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്താൽ, യേശുവിന്റെ തിരുരക്തത്താൽ, യേശുവിന്റെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ ആ തിന്മകളെ നിർവീര്യമാക്കി പ്രാർത്ഥിക്കുക. നിനക്ക് ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റാതെ വെറുപ്പിന്റെ ദുരാത്മാവ് നിന്റെ ഉള്ളിലുണ്ടോ? ഒന്നിലും സന്തോഷം കണ്ടെത്താൻ പറ്റാതെ അസ്വസ്ഥതയുടെ, അസംതൃപ്തിയുടെ ദുരാത്മാവ് നിന്റെ ഉള്ളിലുണ്ടോ? മറ്റുള്ളവരോട് കുശുമ്പും കുന്നായ്മയും തോന്നുന്ന
അസ്വസ്ഥതയുടെ ദുരാത്മാവ് നിന്റെ ഉള്ളിലുണ്ടോ? ഈ നിമിഷം ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരസ്പരം വഴക്കടിക്കുന്ന വെറുപ്പിന്റെ ദുരാത്മാവ്, ഓർത്തോർത്ത് ദുഃഖിപ്പിക്കുന്ന ദുഃഖത്തിന്റെ ദുരാത്മാവ് നിന്റെ ഉള്ളിലുണ്ടോ? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്നെ കുടുക്കിയിടുന്ന ദുരാത്മാവുണ്ടോ? ആ ദുരാത്മാവിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. ആ ദുരാത്മാവിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. തഴക്കദോഷങ്ങളിലേക്ക് നയിക്കുന്ന ദുരാത്മാവ്, ജഡിക ഭാവങ്ങളുടെ ദുരാത്മാവ്, സ്വയം ഭോഗത്തിന്റെ സ്വവർഗ ഭോഗത്തിന്റെ ദുരാത്മാവ്, അശ്ലീല ചിത്രങ്ങൾ കാണുന്നതിന്റെ ദുരാത്മാവ്, മൊബൈൽ ഫോണിന്റെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന ദുരാത്മാവ്, ദൈവവചനം വായിക്കുന്നതിനെതിരെ നിൽക്കുന്ന ദുരാത്മാവ്, നിന്റെ കൃപയെ നശിപ്പിക്കുന്ന ദുരാത്മാവ്, വാ തുറന്നാൽ ചീത്ത മാത്രം പറയുന്ന ദുരാത്മാവ് നിന്റെ ശരീരത്തിലുണ്ടോ? ആ മേഖലകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. ആ തിന്മകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ അഭിഷേകത്തെ ചോർത്തിക്കളയുന്ന ഏത് തിന്മയുടെ ദുരാത്മാവുണ്ട്, ആ മേഖലകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ഒരുപക്ഷെ മടിയുടെ ദുരാത്മാവ്, ഉത്തരവാദിത്വമില്ലായ്മയുടെ ദുരാത്മാവ്, മന്ത്രവാദത്തിന്റെ മയക്കുമരുന്നിന്റെ ദുരാത്മാവ്, ആഭിചാരത്തിന്റെ ദുരാത്മാവ്, തിന്മയുടെ ദുഷ്ടശക്തികൾക്കെതിരെ ഈ സമയം നീ പ്രാർത്ഥിക്കുക. അനുസരണക്കേടിന്റെ ദുരാത്മാവിനെതിരെ പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന്, യേശുവേ, കാൽവരിയിൽ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവന്, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവന്, തിരു രക്തത്തിന്റെ ശക്തിയാൽ, തിരു കുരിശിന്റെ ശക്തിയാൽ, യേശുവേ, നിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടശക്തികൾക്കെതിരെ, ദുഷ്ടശക്തികൾക്കെതിരെ കർത്താവേ, എനിക്കൊരു ആത്മീയ ബലം വേണം. കൈകൾ ഉയർത്തി, സ്വരമുയർത്തി, ഒരൊറ്റ വിളി, എന്റെ ഈശോ. വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. ദൈവമേ, അത്ഭുത ശക്തി, ഉയരട്ടെ യേശുവിൻ ജയക്കോടി, ജയക്കോടി, വചനമവാളെടുത്തെതിർക്കുവിൻ, എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കോടി, ജയക്കോടി, വചനമവാളെടുത്തെതിർക്കുവിൻ, എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ. ആമേൻ. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. എഫേസസ് ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള വചനം. അവസാനമായി, കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ, സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവേൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവേൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്ന നിങ്ങളെ ശക്തരാക്കുന്നതിന് വിശ്വാസത്തിന്റെ പരിചയം എടുക്കുവേൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുകയും ചെയ്യുവേൻ. ആമേൻ, ആമേൻ. ഇത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും സംഭവിക്കട്ടെ. ഒരു പുത്തൻ അഭിഷേകം സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരയ്ക്കുക, സ്വയം വിശുദ്ധീകരിക്കുക, ഈശോയ്ക്ക് നന്ദി പറയുക.